AR ഐഡിയ ക്രിയേഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പാർട്ട് 1, 2 എന്ന് പറഞ്ഞിട്ട് ആരെയും അറിയാത്തവർക്ക് എങ്ങനെ ഷുഗർ ബീഡ് ലോഡ് ചെയ്യാം, എങ്ങനെ സർദോസി ലോഡ് ചെയ്യാം എന്നുള്ളത്. അത് കാണാത്തവർ കാണുക. ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ആരി ഉപയോഗിച്ച് ഷുഗർ ബീഡും സർദോസിയും ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആരി ഉപയോഗിച്ചിട്ടുള്ള പാർട്ട് 1 ആണ്. ഇത് ഷുഗർ ബീഡാണ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് പൈപ്പിംഗ് ത്രെഡ് തുണിയുമായിട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ആരിയുടെ നീഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാ നമ്മൾ തുണി തയ്ക്കുന്ന നൂലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ത്രെഡ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തുണിയിൽ നമ്മൾ നൂലിട്ട് ഒരു കെട്ടിടണം. ആരി ലോക്കിട്ട ശേഷമാണ് നമ്മളിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആരി വർക്ക് ചെയ്യാൻ പറ്റാത്തവർക്കും അറിയാത്തവർക്കുമായിട്ട് കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോ വരുന്നുണ്ട്. ആവശ്യമുള്ളവർ കാണുക. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലോക്ക് ഞാൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് 1-2 പ്രാവശ്യമായിട്ട് കെട്ടിടുന്നതിൻ്റെ വീഡിയോ കാണിക്കുന്നത്. ആരി വർക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ലോക്കും ചെയിനും ഒക്കെ പഠിപ്പിക്കുന്നതാണ്. ഈ ലോക്ക് ഇടുന്ന സമയത്ത് ഒരു ചെറിയൊരു കെട്ടിൻ്റെ പാർട്ട് മുകളിലോട്ട് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതവിടെ കിടന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ പൊങ്ങി നിൽക്കാത്ത രീതിയിൽ അവിടെ നിന്ന് തന്നെ ഒരു ചെയിനായിട്ട് തുടങ്ങാനാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ സാധാരണ നൂലായതുകൊണ്ടാണ് വലിക്കുമ്പോൾ പെട്ടെന്ന് കയറി വരാത്തത്. പക്ഷേ ആരിയുടെ തന്നെയുള്ള ഗോൾഡൻ ത്രെഡാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. ഇനിയുള്ള ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല, കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. അതായത് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് അതിൽ പിടിപ്പിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് താഴേന്ന് നൂല് വലിക്കരുത്. അങ്ങനെ വലിക്കുകയാണെങ്കിൽ മേളിൽ നിന്നുള്ള നൂല് കയ്യിൽ നിന്ന് വിട്ടുപോകും. നമ്മൾ ആദ്യം ഒന്ന് പൈപ്പിംഗ് ത്രെഡ് പിടിച്ച് വെച്ച് കൊടുത്ത് ലോക്ക് ചെയ്ത ശേഷം പിന്നെ നമ്മൾ തയ്ക്കുന്ന സൂചി കൊണ്ട് തന്നെ, അതായത് ആരിയുടെ നീഡിൽ കൊണ്ട് തന്നെ പൈപ്പിംഗ് ത്രെഡിനെ ഒതുക്കി സ്ട്രെയിറ്റായിട്ട് വെച്ച ശേഷമാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കൈ വെച്ചിങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ ഒരു നീഡിൽ കൊണ്ട് തന്നെ ഒതുക്കിയാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ ലോക്ക് ചെയ്ത പോലെ തന്നെ അവസാനവും ലോക്ക് ചെയ്ത് നിർത്തണം. നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി ഈ ത്രെഡ് ഇവിടെ നിന്ന് അനങ്ങി മാറില്ല. ഇത് നമ്മൾ ഏത് ഷേപ്പാണോ വെക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ ഇരുന്നോളും. ഞാൻ ഒരു ത്രെഡും കൂടെ ഇതേപോലെ ലോക്ക് ഇട്ട് തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ കാണിച്ചു തരാം. നമ്മൾ ലോക്ക് ചെയ്ത ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് തുമ്പ് പുറത്തോട്ട് വിട്ടിട്ട് എപ്പോഴും പൈപ്പിംഗ് ത്രെഡ് വെക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ ബ്ലൗസിലൊക്കെ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാർട്ട് തയ്യൽ തുമ്പിന് ഉള്ളിൽ പോകുന്നൊരു ഭാഗമാണ്. അതുകൊണ്ട് കുറച്ച് അങ്ങനെ വിട്ടാലും പ്രശ്നമൊന്നുമില്ല. തയ്ച്ച് വരുമ്പോൾ അത് ഉള്ളിൽ പോകുന്നൊരു പാർട്ടാണ്.
അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മേളിൽ കൂടെ വെക്കാനുള്ള ഷുഗർ ബീഡ് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഷുഗർ ബീഡ് ഇതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ച പൈപ്പിങ്ങിൻ്റെ ത്രെഡിലാണ് നമ്മൾ ഷുഗർ ബീഡ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന രീതി കറക്റ്റായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമുക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല. മേലെ നിന്നിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ മേലെ ഒരു കെട്ട് കൊടുക്കുകയാണ്. ഞാൻ നല്ല സൂം ചെയ്തിട്ടാണ് ആ കെട്ട് കാണിക്കുന്നത്. ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ചെങ്കിലും ആരി അറിയുന്നുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ. ആരിയുടെ നീഡിൽ തന്നെ പിടിക്കാൻ അറിയാത്തവർക്ക് ഇനി ഞാൻ ഇടാൻ പോകുന്ന ആരിയുടെ ആ ഒരു ബിഗിനേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും. അത് കണ്ട ശേഷം ഇത് കണ്ടാൽ മാത്രമേ ഒന്നും അറിയാത്തവർക്ക് മനസ്സിലാവൂ. പക്ഷേ ആ വീഡിയോ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഷുഗർ ബീഡ് ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ 5 ഷുഗർ ബീഡാണ് എടുക്കുന്നത്. ഒരു പ്രാവശ്യം കെട്ടുന്നതിന് വേണ്ടിയിട്ട് 5 ഷുഗർ ബീഡാണ് എടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 5 കൂടെയോ കുറയോ ചേർത്ത് നമുക്ക് ആദ്യം തന്നെ 4 എണ്ണം വേണമെങ്കിലും എടുക്കാം. പക്ഷേ നമ്മൾ എത്ര നമ്പറാണോ എടുക്കുന്നത് അത് തന്നെ അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അല്ലാതെ 4, 3, 2 അങ്ങനെ ഒന്നും ചെയ്യരുത്. എത്രയാണോ നമ്മൾ തുടക്കത്തിലെടുക്കുന്നത് അത് തന്നെ എടുക്കുക. നമ്മൾ എത്രത്തോളമാണോ ചരിക്കുന്നത് അതേപോലെ തന്നെ ചരിച്ച് പോവുക. ഞാനിപ്പോൾ ഇവിടെ ലോക്ക് ചെയ്തപ്പോൾ കുറച്ച് നൂല് മേളിലോട്ട് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്താലോ. അപ്പോൾ ഞാൻ അതിനകത്ത് നിന്നിട്ടാണ്, അതായത് ആ ഹോളിനുള്ളിൽ നിന്നിട്ടാണ് അടുത്ത നൂല് വലിച്ചെടുത്ത് ഈ മുത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. നേരെ പൈപ്പിംഗ് ത്രെഡിനെ ക്രോസ് ചെയ്ത് താഴോട്ട് ചരിച്ച് കുത്തിയ ശേഷം അടുത്ത് ചെയ്യേണ്ടതാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. തൊട്ട് താഴെ, അതായത് നമ്മൾ എവിടെയാണോ കുത്തിയത് അതിൻ്റെ കുറച്ച് താഴെ വെച്ച് ഒന്നും കൂടെ ഒന്ന് തുണിയിൽ കുത്തി, അതായത് ഇപ്പോൾ ഞാൻ സൂചി കുത്തി കാണിക്കുന്നില്ലേ, അതുപോലെ അവിടെ കുത്തി അതിനകത്തുനിന്ന് നൂല് വലിച്ചെടുത്ത് മേലോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത് ശരിക്കും ഞാനിപ്പോൾ ലോക്കാണ് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ രണ്ടാമത് ഒന്നും കൂടെ അവിടെ കുത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ നൂല് എങ്ങോട്ട് വലിച്ചാലും ആ മുത്ത് അവിടെ നിന്ന് അനങ്ങില്ല. അതാണ് എൻ്റെ പ്രത്യേകത. നമ്മൾ വീണ്ടും മേലോട്ട് ഇതേപോലെ കൊണ്ടുവച്ച ശേഷം അവിടെയും കുത്തിയെടുത്ത ശേഷം വീണ്ടും ഒന്നും കൂടെ കുത്തിയെടുക്കുന്നുണ്ട്. അതായത് ആ നൂലും അവിടെ നിന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. വീഡിയോ ലാസ്റ്റ് ആകുന്ന സമയത്ത് കാണിച്ചു തരാം എന്തിനാണ് നമ്മൾ രണ്ടാമത്തെ ആ കുത്തുന്നതെന്നുള്ള റീസൺ ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഞാനിപ്പോൾ പറയുകയാണ്, രണ്ടാമത് ഞാൻ വീണ്ടും ബീഡ് കുത്തി എടുത്ത് വീണ്ടും ഒരിക്കൽ കൂടെ കുത്തിയല്ലോ, ആ കുത്തിയ സ്ഥലത്ത് തന്നെ കുത്തരുത്, മാറ്റി വേണം കുത്താൻ. ഒരു പ്രാവശ്യം കുത്തിയ സ്ഥലത്ത് തന്നെ ഒന്നും കൂടെ കുത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്നതിന് ഫലമില്ല, നൂല് പൊട്ടി വരും. അതുകൊണ്ട് കുറച്ച് നീക്കി വേണം കുത്താൻ. ശരിക്കും നമുക്ക് ഇതുപോലെ ആരിയിലും ചെയ്യാം, സാധാരണ സൂചിയും നൂലും വെച്ച് ചെയ്യാം. ഇപ്പോൾ രണ്ടും ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, ഏറ്റവും ചെയ്യുന്നത് എളുപ്പമെന്നല്ല, ഏറ്റവും പെർഫെക്ഷൻ കൂടുതൽ ആരിയിൽ ചെയ്യുമ്പോഴാണ്. സാധാരണ സൂചിയും നൂലും വെച്ച് ചെയ്യുന്ന സമയത്ത്
മുത്തിന് ചെറുതായിട്ടെങ്കിലും ഒരു അനക്കം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആരി വെച്ച് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിരിക്കും. നമ്മൾ എത്രത്തോളം എനിക്ക് തോന്നുന്നു അത് പിന്നെ നമ്മൾ സാധാരണ സൂചിയും നൂലും വെച്ച് ചെയ്യുന്നത് 1 വർഷമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഇതൊരു 3 വർഷമെങ്കിലും നിലനിൽക്കും. അത്രയ്ക്ക് ടൈറ്റായിട്ട് നമുക്ക് ഈ സ്റ്റിച്ചിരിക്കും. ഇത് ഇങ്ങനെ തന്നെ മേളിലും താഴെയായിട്ട് നമ്മുടെ നൂല് തീരുന്നവരെ, അതായത് പൈപ്പിംഗ് ത്രെഡ് തീരുന്നത് വരെ ചെയ്ത് വരിക. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ ബ്രൈഡൽ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തും നെക്കിലും ഒക്കെയാണ്. അല്ലാതെ ഇപ്പോൾ കുറച്ച് ഡിസൈനായിട്ടും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാനപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു റെഫറൻസ് പിക്ക് ഇട്ടേക്കാം. ഇതിങ്ങനെ അടുപ്പിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. അടുപ്പിച്ച് വന്നാൽ മാത്രമേ ഈ ഒരു ഭംഗി കിട്ടുള്ളൂ. എത്രത്തോളം ചരിയുന്നോ അതേപോലെ തന്നെ ചരിച്ചു കൊണ്ടുവന്നാൽ അത്രയും നല്ല ഭംഗിയായിരിക്കും. ഞാൻ പിന്നെ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിരുന്നു, നമ്മൾ ഒരിക്കൽ ഷുഗർ ബീഡ് കുത്തിയ ശേഷം പിന്നെ എന്തിനാണൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ അടുത്തൊന്ന് പ്രൂവ് ചെയ്ത് തരാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഈ നൂല് മേളിലോട്ടും താഴോട്ടും ഒക്കെ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷുഗർ ബീഡിനും അതേപോലെ ഒരു നീക്കമുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നീങ്ങാതിരിക്കാനാണ് തൊട്ട് താഴെയായിട്ട്, അതായത് ഒന്ന് കുത്തിയതിൻ്റെ അവിടെയല്ല, കുറച്ച് താഴെയായിട്ട് വീണ്ടും കുത്തി അവിടെ നിന്ന് നൂല് മേളിലോട്ട് എടുത്തിട്ട് വീണ്ടും മേളിലോട്ട് വെച്ച് ഒന്നും കൂടെ കുത്തേണ്ടത്. അതെ, ഈ നൂല് ഞാനിപ്പോൾ മേലോട്ട് കുത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു കെട്ട് ഇപ്പോൾ സേഫല്ല. കണ്ടോ, ആ ഒരു താഴത്തെ നൂല് അവിടെ കിടന്ന് അനങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യം വരാതിരിക്കാനാണ് നമ്മൾ വീണ്ടും ഒന്ന് കുത്തി അവിടെ നിന്ന് എടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു നൂല് സേഫായി മാറും. ഇത് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ, നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ച്, ഇതിനുള്ളിൽ പൈപ്പിംഗ് ത്രെഡാണ്. ഇതുപോലെ ഈ സെയിം നമ്മുടെ സർദോസിയുടെ നൂല് ഇതേപോലെ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടോ നമ്മുടെ ഇഷ്ടത്തിനോ വച്ച ശേഷം അതിൻ്റെ മേലെ കൂടിയും നമ്മൾ ഷുഗർ ബീഡ് വയ്ക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കുറച്ച് എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ പൈപ്പിംഗ് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് അവസാനം അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഇനി ഒരു ചെറിയ കെട്ട് കൊടുക്കണം. കെട്ട് കൊടുത്തിട്ട് അല്ലാതെ നമ്മൾ ഈ ബാലൻസ് നൂല് ഒരിക്കലും കട്ട് ചെയ്തെടുക്കരുത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ കെട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ആരി ഉപയോഗിച്ച് ഷുഗർ ബീഡ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു പീക്കോക്ക്, ഈ ഒരു ഡെമോ പിക്ചർ നോക്കിയാൽ അറിയാം നമ്മൾ ഷുഗർ ബീഡ് വെച്ച് എന്തൊക്കെ ഐഡിയയിലാണ് ഇതൊക്കെ ചെയ്തു പോകുന്നതെന്നുള്ള കാര്യം.
നമുക്കിപ്പോൾ ഷുഗർ ബീഡിന് പകരം കട്ട് ബീഡൊക്കെ വെച്ച് നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് ഡിസൈനും ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.